നിലവിലെ അംഗബലം കൊണ്ട് എൻ ഡി എക്ക് എളുപ്പത്തിൽ വിജയം കൈവരിക്കാവുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായൊരു രാഷ്ട്രീയ നീക്കത്തിലൂടെ ഇന്ത്യ സഖ്യം ചർച്ചകളുടെ ഗതി മാറ്റിയിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു OBC വിഭാഗം നേതാവിനെ രംഗത്തിറക്കി പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കുകയും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വേരോട്ടമുണ്ടാക്കുകയും ചെയ്യുക എന്ന BJP ലക്ഷ്യത്തെ തെലുങ്ക് കാടിറക്കിയാണ് ഇന്ത്യ സഖ്യം നേരിട്ടത്. ഇതോടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ദക്ഷിണേന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. NDA സഖ്യം തമിഴ്നാട്ടുകാരനായ CP രാധാകൃഷ്ണനെയും ഇന്ത്യ സഖ്യം തെലുങ്ക് ദേശക്കാരനായ B സുദർശൻ റെഡ്ഡിയെയും സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചതോടെ തമിഴ് തെലുങ്ക് പോരാട്ടത്തിലേക്കും തുടർ ദിവസങ്ങളിലെ ചർച്ചകൾ വഴിമാറുമെന്നതിൽ തർക്കമില്ല. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലക്കാരനായ സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലൂടെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ ഭരണപക്ഷത്തുള്ള MP-മാരെ കൂടി സമ്മർദ്ദത്തിലാക്കുവാനുള്ള നീക്കമായിട്ടാണ് ഇത്തരം നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തെലുങ്ക് അഭിമാനത്തിനും സ്വത്വത്തിനും വേണ്ടി നിലകൊള്ളുന്നുവെന്ന് പറയുന്ന NDAയിലെ പ്രധാന ഘടകകക്ഷിയായ TDPക്കും ചന്ദ്രബാബു നായിഡുവിനും ഇനി കണ്ണടച്ച് തീരുമാനമെടുക്കാനാകില്ല. NDAയിലും ഇന്ത്യ സഖ്യത്തിലും നിലയുറപ്പിക്കാത്ത ആന്ധ്രയിലെ പ്രതിപക്ഷ പാർട്ടിയായ YSR കോൺഗ്രസ് കഴിഞ്ഞ ദിവസം CP രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നാട്ടുകാരനായ മുൻ ജഡ്ജിയെ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ അവരുടെ നിലപാടും ഇനി നിർണായകമാകും. രാഷ്ട്രീയക്കാരനല്ലാത്ത B സുദർശൻ റെഡ്ഡിയെ രംഗത്തിറക്കിയതിലൂടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊപ്പം ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ കൂടിയാണ് കോൺഗ്രസ് നിറവേറ്റിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് പുറത്ത് വലിയ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനം പ്രധാനമായും പ്രാദേശിക പാർട്ടികളിൽ നിന്നുള്ള പിന്തുണ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. NDA സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണൻ സംഘപരിവാറിൽ നിന്നുള്ള ആളാണെങ്കിൽ തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മുൻ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു ന്യായാധിപനെയാണ് എന്നതാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നൊരു സ്ഥാനാർത്ഥി വേണമെന്ന DMKയുടെ ആവശ്യം റെഡ്ഡിയിലൂടെ നിറവേറ്റുന്നതോടൊപ്പം രാഷ്ട്രീയക്കാരനല്ലാത്തയാൾ വേണമെന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാടും ഇതിലൂടെ അംഗീകരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ പിന്തുണക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. CP രാധാകൃഷ്ണന് പിന്തുണ ഉറപ്പിക്കുവാൻ BJP അണിയറ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം മുതലേ തന്നെ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനുമായി സംസാരിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു രാജ്നാഥ് സിംഗിന്റെ നീക്കം. DMK അടക്കമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുവാനായിരുന്നു BJP രാധാകൃഷ്ണനിലൂടെ ശ്രമിച്ചത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നതിനെ DMK അടക്കമുള്ള തമിഴ് പാർട്ടികൾ എതിർക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു BJP ഇത്തരം നീക്കം നടത്തിയത്. എന്നാൽ BJP തന്ത്രത്തിന് ബദലായിട്ടാണ് ആന്ധ്രയിൽ നിന്നും NDAയിലെ ഭിന്നത ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതോടെ ദേശീയ രാഷ്ട്രീയത്തിലെ ചർച്ച കുറച്ചുനാൾ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്.